നമസ്കാരം സർ. നമസ്കാരം. എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്ന് പറയും. അതായത് യുദ്ധത്തിലും പ്രണയത്തിലും എല്ലാം ന്യായമാണ്, എല്ലാം നീതിയാണ്, എന്തും ചെയ്യാം എന്നുള്ള ഒരർത്ഥത്തിൽ ചിലപ്പോൾ അതിനെ വ്യാഖ്യാനിക്കപ്പെടാറ്. അപ്പോൾ നമ്മൾ യുദ്ധത്തിൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായ ഒരു യുദ്ധ നിയമങ്ങളുണ്ട്. നമ്മളത് മഹാഭാരതം, അതായത് മഹാഭാരതം എഴുതിയ കാലം തൊട്ട് തന്നെ യുദ്ധകാലത്ത് യുദ്ധസമയത്ത് കാണിക്കേണ്ട ധർമ്മങ്ങളെ പറ്റി, അതായത് ധർമ്മയുദ്ധം എന്ന് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിനെ പറയുന്നത്. പക്ഷെ അതിൽ ഒരുപാട് അധർമ്മങ്ങൾ ഉണ്ട് താനും. അപ്പോൾ ഈ വാറിയർ എത്തിക്സ്, അതായത് യോദ്ധാക്കൾക്ക് വേണ്ട എത്തിക്സ് എന്താണെന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ അമേരിക്കൻ പട്ടാളക്കാർക്ക് ഈ വാറിയർ എത്തിക്സ് തീരെ കുറവാണ്. അതായത് അമേരിക്കൻ പട്ടാളക്കാർ നമുക്കറിയാം, അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അധിനിവേശ ശക്തിയാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അവർ അധിനിവേശം ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇറാഖ്, ഇറാൻ, ഇവിടെ എല്ലാം തന്നെ പശ്ചിമേഷ്യയിലെല്ലാം തന്നെ ഇവർ കൈയടക്കി വെച്ചിരിക്കുന്ന പല പ്രദേശങ്ങളും ഇപ്പോഴുണ്ട്. ഇപ്പോൾ അധിനിവേശം എന്ന പേരിലല്ലാതെ പല രാജ്യങ്ങളും ഇവർ കൈയടക്കി വെച്ചിട്ടുണ്ട്, കടന്നുകയറ്റമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവരുടെ പട്ടാളക്കാർ ഇതിനകത്ത് കയറി എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഇവർക്ക് തന്നെ നല്ല ധാരണ ഇപ്പോൾ വന്നു തുടങ്ങി. അതായത് അമേരിക്കൻ പട്ടാളക്കാർക്ക് വാറിയർ എത്തിക്സ് കുറവാണ്. അതായത് ഒരു യോദ്ധാവിന് വേണ്ട മര്യാദകൾ ഇല്ലാത്ത ഒരു സൈന്യമാണ് അമേരിക്കൻ സൈന്യം എന്നൊരു ബോധ്യം അവർക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവരുടെ ഡിഫൻസ് സെക്രട്ടറി, അതായത് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഒരു യോഗം വിളിക്കാൻ പോവുകയാണ് എല്ലാ സൈനികരെയും ചേർത്തിട്ട്. ഇങ്ങനെ അതായത് ഈ വാറിയർ എത്തിക്സ് പഠിപ്പിക്കുക, മര്യാദ പഠിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ. അത് എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു തിരിച്ചറിവിലേക്ക് ഈ അമേരിക്ക ഇപ്പോൾ എത്താനുള്ള കാരണം? വിജയ്, എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്നത് ഇന്ന് ജിയോ പൊളിറ്റിക്സിലുള്ള മാറ്റം, അമേരിക്കയുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുന്നുവോ എന്ന സംശയമല്ല, അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, വാർത്തകൾ മുഴുവൻ വരുന്നത് അങ്ങനെയാണ്. ലോകത്തിൻ്റെ എല്ലാ കോണിലും ആ ശബ്ദങ്ങൾ, എതിർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. അപ്പം അത് വേറെ ചില ശാക്തിക ചേരികൾ മറ്റു ചില ദിശകളിലേക്ക് ഉയർക്കൊള്ളുന്നു, അല്ലെങ്കിൽ ഉരുത്തിരിയുന്നു എന്ന് പറയുന്ന ഒരു ഭയം. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം, അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഭയത്തിൻ്റെ മുകളിലാണ്. അവർ ഭയത്തിൻ്റെ മുകളിലാണ് അവർ വലിയ കോട്ട കെട്ടിയിരിക്കുന്നത്. തങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യത്തിൽ നിന്നാണ് നവംബർ 11 അവരെ വേറൊരു വലിയ ഒരു തിരിച്ചറിവിലേക്ക്, സെപ്റ്റംബർ 11, അപ്പം അതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ ആക്രമണത്തിന് ശേഷമാണ് അവർ കൂടുതൽ ലോകത്ത് വിജിലൻ്റ് ആയത്. അവരെല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റികൾ എല്ലാം സുരക്ഷിതയും ആയിട്ട് ബന്ധപ്പെട്ടാണ് അവരെല്ലാം. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ പറയുന്നത് പല വീടുകളിലും ഈ പറയുന്ന സായിപ്പ് താമസിക്കുന്ന വീടുകളിലൊന്നും പെർമിഷൻ എടുക്കാതെ, മുൻകൂട്ടി ഇതില്ലാതെ, അനുമതി ഇല്ലാതെ ചെല്ലാൻ പറ്റില്ല. അവർ അപ്പം തോക്കെടുക്കും. പെട്ടെന്ന് പോയിട്ട് ഇത് ആരാണ് ആക്രമിക്കാൻ വരികയാണെന്ന് തോന്നുന്ന ഒരു സാധനമുണ്ട്. അപ്പം ഇത് അവരുടെ ഒരു ജീവിതത്തിൽ ഈ അരക്ഷിതത്വം എന്ന് പറയുന്ന ഭയം എന്ന വികാരം അവർ ഉണ്ട്. മറ്റ് ലോകശക്തികളൊക്കെ വളർന്നു വരുമ്പോൾ, ചൈനയായാലും ഭാരതമായാലും ഒക്കെ വളർന്നു വരുമ്പോൾ തങ്ങളെക്കാൾ വലുതാകുമോ എന്ന ഭയം അവർക്കുണ്ട്. അപ്പൊ ഇത് അവരുടെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാവാം ഒരുപക്ഷെ ലോകമെമ്പാടും സൈനിക നീക്കങ്ങൾ അമേരിക്ക നടത്തേണ്ടതുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇപ്പം BBC-യും ABC-യും പിന്നെ റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാഷിങ്ടൺ DC-യിൽ പീറ്റ് ഹെക്സത്ത് എന്ന് പറയുന്ന അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയാണ് ഇത് വിളിച്ചു ചേർക്കാൻ പോകുന്നത്. വെർജീനിയയിലെ കാണ്ടിക്കോ മെറിൻ കോർപ്സ് ബേസിൽ നടക്കാൻ പോകുന്ന ഈ ഒരു അഡ്മിറൽമാർ, അതുപോലെ മുതിർന്ന ജനറൽമാർ, മൊത്തം അതിനകത്തുള്ള ഒരുപാട് ആൾക്കാർ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പങ്കെടുക്കുന്നതാണ് വിചാരിക്കുന്നത്. ട്രംപ് മര്യാദ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ട്രംപ് മര്യാദ ഇവരെ പഠിപ്പിക്കാനാണോ വരുന്നത്, അതോ പട്ടാളക്കാരിൽ നിന്ന് പഠിക്കാനാണോ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ട്രംപിന്റെ കച്ചവടമാണ് ഉദ്ദേശം എന്നുള്ള ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു വാരിയർ എത്തിക്സ് പഠിപ്പിക്കാനായിട്ട് മനസ്സിലാക്കിക്കാൻ എന്ന വ്യാജേനയാണോ മറ്റെന്തെങ്കിലും ആണോ ഉദ്ദേശം? ഇനി അത് ഒരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയിലൊക്കെ അടിയന്തര യോഗങ്ങൾ വിളിക്കും. അത് അത്തരം സിറ്റുവേഷൻ രാജ്യത്തിന് പോലും അറിയാം, അത്തരം സിറ്റുവേഷൻ ഇങ്ങനെ നടക്കാൻ പോകുന്നറിയാം. ഇതൊന്നും അങ്ങനെയൊന്നും അല്ലാത്തൊരു സിറ്റുവേഷനാണ് വിളിക്കുന്നത് എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്. ഇപ്പം നോക്കിയാൽ ലോകമെമ്പാടുമുള്ള 50-60 രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഈ സൈന്യത്തിന് സുപ്രധാനമായ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സഖ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സാന്നിധ്യങ്ങളൊക്കെ ഉള്ളത്. പ്രധാനപ്പെട്ട വിന്യാസ കേന്ദ്രങ്ങൾ നോക്കിയാൽ ലോകത്ത് എവിടേക്കുണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏഷ്യയും ജപ്പാനും ദക്ഷിണ കൊറിയ, ഫിലിപ്പീൻസ്, അവിടെയൊക്കെ പ്രതിരോധ കരാർ സഖ്യങ്ങളുണ്ട് അമേരിക്കയ്ക്ക്. യൂറോപ്പിലെ നാറ്റോയുടെ ഭാഗമായി ജർമ്മനിയും ഇറ്റലിയും UK തുടങ്ങിയ രാജ്യങ്ങളിൽ സൈനിക താവളങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഖത്തർ, ബഹ്റൈൻ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വ്യോമ സൈനിക താവളങ്ങളും അമേരിക്കയ്ക്കുണ്ട്. ആഫ്രിക്കയിൽ ജിബൂട്ടിയിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട
സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കായി ലോകമെമ്പാടും തങ്ങളുടെ സാമ്രാജ്യ വികസനത്തിന്റെ ഭാഗമായിട്ട് ഉപകരണ സംഭരണ കേന്ദ്രം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആയുധങ്ങൾ കൊണ്ടുപോയി സംഭരിച്ചു വെക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് വിളിക്കാം. താൽക്കാലികമായ വിന്യാസങ്ങൾ ഉൾപ്പെടെ എന്ത് അടിയന്തര സാഹചര്യങ്ങളിലും അവർ സൈനിക സ്വാധീനം നിലനിർത്തിക്കൊണ്ട്, സാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഒരു പ്രഷർ ടാറ്റിക്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അവരുടെ പട്ടാളക്കാർക്ക് കടന്നു ചെല്ലാവുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നേരത്തെ പിന്നെ നമ്മൾ ഈ വാർത്തയുടെ കണ്ടന്റ് സംസാരിക്കുന്നതിന് മുമ്പ് പൊതുവായി നമ്മൾ സംസാരിച്ചപ്പോൾ വിജയ് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഈ അമേരിക്കൻ പട്ടാളക്കാർ മറ്റു പല സ്ഥലങ്ങളിലും വിയറ്റ്നാം അടക്കമുള്ള അല്ലേ, വിയറ്റ്നാം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഈ പറയുന്ന എന്താണ് പറയുന്നത്, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ വളരെ മനുഷ്യത്വഹീനമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഈ തുരങ്കങ്ങളിലും അല്ലാതെ അവിടെ പൊതുവേ ഇവർ കടന്നു കയറുന്ന സ്ഥലത്തെല്ലാം തന്നെ ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന, അതായത് പൊതുവേ എല്ലാ പട്ടാളക്കാരെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. പൊതുവേ ലോകത്തുള്ള എല്ലാ സൈന്യവും, ഇന്ത്യൻ സൈന്യവും അപവാദം കേട്ടിട്ടുണ്ട് പലരും. ഇപ്പൊ കാശ്മീരിലുള്ളവരൊക്കെ പണ്ടങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശ്രീലങ്കയിൽ അങ്ങനെ ഒരു അപവാദം ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യൻ സൈന്യം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അതിന് തെളിവുകളൊന്നുമില്ല, പക്ഷെ അങ്ങനെ പറയും. അപ്പൊ ലോകത്തുള്ള എല്ലാ സൈന്യവും നേരിട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഇത് നേരിട്ടിട്ടുള്ളത് എന്താണ്, ഈ അമേരിക്കൻ സൈന്യമാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത്. അതായത് ഇപ്പൊ ചെല്ലുന്ന സ്ഥലത്ത് പഴി കേട്ടിട്ടുള്ളത്, ഇങ്ങനെ ചെല്ലുന്ന സ്ഥലത്ത് സ്ത്രീകളെ ഉപയോഗിക്കുക, ഇതുപോലെ അവിടെയുള്ള സ്ത്രീകളെ ഇങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള പുരുഷന്മാരെ കൊന്ന് തള്ളുക. അതായത് നിരപരാധികളായിട്ടുള്ള പുരുഷന്മാരെ കൊന്ന്, യോദ്ധാക്കളല്ല, അല്ലാതെയുള്ള സിവിലിയൻസിനെ. അപ്പൊ അത് ലോകമെമ്പാടുമുള്ള അമേരിക്ക ഇതിനു മുമ്പ് നടത്തിയ എല്ലാ അധിനിവേശങ്ങളിലും എല്ലാ യുദ്ധങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പശ്ചാത്തലവും പ്രാധാന്യവും നോക്കിയാൽ അമേരിക്കൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള അടിയന്തര സമ്മേളനങ്ങൾ വളരെ വളരെ അപൂർവമാണ് എന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, വളരെ അപൂർവമാണ്. സാധാരണയായിട്ട് ജനറൽമാരും അഡ്മിറൽമാരുടെയും യോഗങ്ങൾ പ്രതിവർഷം ഒരു തവണ മാത്രമാണ് സാധാരണ വിളിച്ചു കൂട്ടാറ്. ഇവരുടെ മാത്രം ഒരു തവണ വിളിച്ചു കൂട്ടും. അതിനാൽ ഈ അടിയന്തര യോഗം രാഷ്ട്രീയ സൈനിക മേഖലയിൽ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. സാഹചര്യവും അതാണല്ലോ. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം വാരിയർ എത്തിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ വാരിയർ എത്തിക്സ് എന്താണെന്നൊന്ന് നോക്കിയാൽ ഈ എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ സൈനികർക്ക് അടിസ്ഥാന മൂല്യങ്ങളായി പഠിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് പൊതുവെ അവരിതിനെ വിലയിരുത്തുന്നത്. അടിസ്ഥാന മൂല്യങ്ങൾ, നേരത്തെ വിജയ് പറഞ്ഞ പോലെ ഈ യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, യുദ്ധത്തിന്റെ മറ്റു തന്ത്രങ്ങൾ, അടിസ്ഥാന മൂല്യങ്ങൾ, ധാർമ്മികത. ഇതാണ് ഇപ്പോഴും നമ്മൾ നേരത്തെ മഹാഭാരത യുദ്ധത്തിന്റെ ധർമ്മയുദ്ധം, അമേരിക്ക ധർമ്മയുദ്ധം ഒന്നുമല്ല, ധർമ്മത്തിന്റെ പേരിലാണെന്നൊക്കെ പറയും, പക്ഷെ ധർമ്മയുദ്ധമല്ല നടത്തുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ 2-3-4 കാര്യങ്ങളുണ്ട്. ഐ വിൽ നെവർ ക്വിറ്റ് എന്നാണ് ഒന്ന്. ഞാൻ ഒരിക്കലും ഇത് ഉപേക്ഷിക്കില്ല. ഒരിക്കൽ യുദ്ധം ചെയ്യുന്നതല്ല, ഞാൻ ആ യുദ്ധം ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതിൽ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല, പിന്തിരിയില്ല. ഇതാണ് ഐ വിൽ നെവർ ക്വിറ്റ്. ഐ വിൽ നെവർ ലീവ് എ ഫാളൻ എന്നാണ്, ഫാളൻ കോംറേഡ് എന്നാണ്. ഒരു സഹപ്രവർത്തനയും താൻ ഉപേക്ഷിച്ചു പോകില്ല, വീണുപോയാൽ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കില്ല. ഇത് ഐ വിൽ ഓൾവേസ് പ്ലേസ് ദ മിഷൻ ഫസ്റ്റ് എന്നാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ ഐ വിൽ ഓൾവേസ് പ്ലേസ് ദ മിഷൻ ഫസ്റ്റ്. എൻ്റെ ദൗത്യം എപ്പോഴും ആദ്യം എൻ്റെ ദൗത്യമാണ് പ്രധാനമെന്നാണ്. ഈ മൂല്യങ്ങളൊക്കെ സൈനിക പരിശീലനത്തിൻ്റെ അതിൻ്റെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് സമീപകാലത്തായിട്ട് ഇത് അമേരിക്കൻ സൈനികർക്കിടയിൽ കുറഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് ആ ഭരണകൂടം സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തെന്ന് പറഞ്ഞാൽ തങ്ങളുടെ സൈന്യം വേണ്ടത്ര വീര്യം പോരാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ സൈനികരെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ അധികാരികൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സാധാരണക്കാർ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കെന്നും അഭിമാനമാണ് നമ്മുടെ പട്ടാളക്കാർ. അവർക്ക് ആത്മവീര്യം, അവരുടെ എത്തിക്സ് എപ്പോഴെങ്കിലും കുറഞ്ഞതായിട്ട് ശത്രുവിനെ പോലെ നമ്മുടെ അഭിമാനം തന്നെ. കാരണം നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ പറ്റി നമുക്ക് പറയാൻ ഇപ്പോൾ അത് എത്തിക്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, പോരാട്ട വീര്യത്തിന്റെ കാര്യത്തിൽ, അതിലൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് ചോര തിളയ്ക്കും ഞരമ്പുകളിൽ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയുമ്പോൾ, എല്ലാ ആർമിയെ കുറിച്ചും പറയുമ്പോൾ, ഇന്ത്യയിലെ എല്ലാ ആർമികളെ കുറിച്ചും പറയുമ്പോൾ. അപ്പൊ ഈ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതാണെന്നിരിക്കെ, അതിന്റെ ആത്മാവ് ഉണർത്തുന്നതാണെന്നിരിക്കെ ട്രംപ് ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ട്രംപിന്റെ രാഷ്ട്രീയ സന്ദേശം ട്രംപ് നൽകുന്നുണ്ടോ എന്നുള്ളതും കൂടെ ചോദ്യം ഉയരുന്നുണ്ട്. സൈന്യത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് ട്രംപ്, അമേരിക്കൻ സൈന്യത്തോട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അമേരിക്ക ഫസ്റ്റ് എന്ന തത്വത്തിന്റെ ഭാഗമായിട്ട് സൈന്യത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ട്രംപ് ഇടയ്ക്കിടയ്ക്ക് സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അടിച്ചമർത്തുന്നത്. അത് ട്രംപ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ യോഗത്തിൽ പങ്കെടുത്താൽ അത്
ട്രംപിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള കാര്യം കൂടെയാണോ എന്ന് നിരീക്ഷകർ, ശത്രുക്കൾ ഒക്കെ വിലയിരുത്തുന്നു. വേറെ 2 ആംഗിളും കൂടെ സാർ പറയുമ്പോൾ, അതായത് 3 മൂല്യങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്നുകിൽ ഇത് സൈനികരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഈ വളരെ ശരിയാണ്. രണ്ടാമത്തെ കാര്യം, ഇവർക്കിത് കുറഞ്ഞു എന്ന് തോന്നുന്നു. അതായത് ഇത് ബേസിക്സ് ആണ്. ഇപ്പോൾ സാർ ഈ പറഞ്ഞ 3 മൂല്യങ്ങളും ലോകത്തുള്ള എല്ലാ സൈന്യത്തിനും വേണ്ട ബേസിക് കാര്യമാണ്. അതായത് ഞാൻ ഒരിക്കലും ക്വിറ്റ് ചെയ്യില്ല, ഞാൻ ഒരിക്കലും എൻ്റെ വീട് പോയ സഹപ്രവർത്തകനെ വിട്ടിട്ട് വരില്ല. അപ്പോൾ ഇത് അവിടെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഒരു ദേശീയ ബോധം ഇല്ലാതാവുന്നു സൈനികർക്ക് വരെ എന്നുള്ള ഒരു അങ്ങനെയും ഒരു 2 രീതിയിൽ ഏതാണ് അവിടെ സംഭവിക്കുന്നത്. വിജയ് പറഞ്ഞ തീർച്ചയായും ആ വഴിക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ദേശീയ ബോധം ഇല്ലാതായിരിക്കുന്നു എന്ന തോന്നൽ ലോകത്തിന് നൽകുന്ന സന്ദേശം, ഈ വാർത്ത ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ്. അമേരിക്കയുടെ അടിത്തറ ഇളകാൻ തുടങ്ങുന്നു. പ്രതിരോധത്തിൽ അമേരിക്ക സ്വയം സംശയിച്ചു തുടങ്ങുന്നു. സ്വയം സംശയിച്ചു തുടങ്ങിയ മറ്റുള്ളവരെ മുഴുവൻ സംശയിച്ച ഒരു രാജ്യം സ്വയം സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് പോയിന്റ്. അപ്പോൾ അത് നിലനിൽപ്പിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ്. അതൊരു വളരെയധികം അമേരിക്ക കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിനോട് അമേരിക്ക മാപ്പ് ചോദിക്കേണ്ട കാര്യമാണ്. ലോകത്തിനെ മുഴുവൻ സംശയിച്ച അമേരിക്ക അവർ തന്നെ സ്വയം സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അത് ബൈബിളിലും ഖുറാനിലൊക്കെ ഇത് വലിയ വാചകങ്ങളുണ്ട് ഇതിനെയൊക്കെ ഉദാഹരിക്കുന്നത്. എന്തായാലും സൈന്യത്തിനുള്ളിൽ ഒറ്റക്കെട്ടായ മനോഭാവം വളർത്താനുള്ള ഈ ശ്രമം, പരിശീലന പരിപാടികളിൽ വാരിയർ എത്തിക്സ് കൂടുതൽ ഊന്നൽ നൽകുന്ന ഈ സൈനിക നേതൃത്വത്തിന്റെ പുനഃക്രമീകരണം, ഈ കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. രാഷ്ട്രീയ സൈനിക ബന്ധങ്ങളിൽ പുതിയ ദിശാനിർദ്ദേശങ്ങളൊക്കെ നൽകാനുള്ള ഈ ഒരു കാര്യം അമേരിക്കൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ അപൂർവമായ ഈ അടിയന്തര യോഗം ഇന്ന് നടക്കുമ്പോൾ യോഗത്തിന്റെ ഫലങ്ങൾ എന്താണെന്ന് അടുത്ത ദിവസം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തെക്കുറിച്ച്, യുദ്ധം എന്ന കല, ആർട്ട് ഓഫ് വാറിനെ കുറിച്ച് പറഞ്ഞ പുസ്തകം എഴുതിയ സൺസു പറഞ്ഞിട്ടുള്ള യുദ്ധതന്ത്രങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധമര്യാദകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ധർമ്മയുദ്ധത്തിൽ യുദ്ധമര്യാദകളെ കുറിച്ച് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർക്കേണ്ടതാണ്. ലോകത്തിലുള്ള എല്ലാ വലിയ സാമ്രാജ്യങ്ങളും ഇത് ഓർക്കേണ്ടതാണ്. ഇതിനെ മറന്നുകൊണ്ട് പോയാൽ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീഴുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അമേരിക്ക അവനവനെ തന്നെ സ്വന്തം പട്ടാളത്തെ സ്വന്തം മണ്ണിനെ സംശയിച്ചു തുടങ്ങി എന്ന ഒരു സൂചന ഈ വാർത്ത നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.